ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തി ഇന്ത്യ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കായും മുട്ടയും ഇട്ടുള്ള ഒരു കറിയാണ്. പ്രത്യേകിച്ച് വെണ്ടയ്ക്ക എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊളസ്ട്രോൾ കുറച്ച് കൂടി നിൽക്കുകയാണ്. കൊളസ്ട്രോൾ ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. നിങ്ങൾ ഒരു മാസം വെണ്ടയ്ക്ക കഴിച്ചു നോക്കിയാൽ കൂടുതൽ കൊളസ്ട്രോൾ ശരീരത്തിലുള്ളവരുടെ കൊളസ്ട്രോൾ കുറയുന്നതായി കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാൻ നേരത്തെ ബീറ്റ്റൂട്ടും കീരയും ഒക്കെ ഇട്ട് കറികൾ ഉണ്ടാക്കി രാത്രി ചപ്പാത്തിയിലൂടെ എങ്ങനെ കഴിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കേണ്ടത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, കീരയ്ക്ക് പകരമായിട്ട് നമ്മൾ വെണ്ടയ്ക്ക എടുത്ത് ബാക്കി എല്ലാം ഇൻഗ്രീഡിയൻസ് ഒരുപോലെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനൊരു 200 ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 5-6 പച്ചമുളക് നമുക്ക് വേണം, പിന്നെ 2 മുട്ട വേണം. 2 മുട്ടയിൽ 2 വെള്ളയും ഒരു മഞ്ഞയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മഞ്ഞ ഞാൻ മാറ്റി. പിന്നെ നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ വേണം, പിന്നെ ഉപ്പും കൂടെ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാം. സ്റ്റൗ കത്തിച്ച് നമ്മളൊരു തവ വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു മൂടിയുള്ള തവ ആയിരിക്കണം നമ്മൾ വയ്ക്കേണ്ടത്. ഇതിനകത്ത് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഹീറ്റിലായിട്ട് ഈ മൂടിയിട്ടങ്ങ് മൂടി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ 1-2 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളി ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല വെന്തിട്ടുണ്ട്. ഉള്ളിക്കകത്തുള്ള ജലാംശം കൊണ്ട് തന്നെ അത് വെന്ത്. കാര്യം നമ്മളിത് മൂടി വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ഇതാണ്. ഉള്ളി ഒരിക്കലും നമ്മൾ ഹൈ ഹീറ്റിലിട്ട് കരിയാൻ സമ്മതിക്കരുത്. ഇനി നമുക്ക് ഇതിനകത്ത് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയായിട്ട് മിക്സ് ആവട്ടെ. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക്. സ്വല്പം ഉപ്പിന്റെ വെള്ളം, ഇതിനെയും ഇതുപോലെ നമ്മൾ ലോ ഹീറ്റ് ഇട്ടിട്ട് വേവിക്കണം. ഇതിനുള്ളിലുള്ള ജലാംശം കൊണ്ട് തന്നെ അത് വേവും. വളരെ ലോ ഹീറ്റ് ഇട്ടിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്തായാലും ഒരു 10 മിനിറ്റ് നമുക്ക് നോക്കാം. അതിനുള്ളിൽ 2-3 പ്രാവശ്യം നിങ്ങൾ എടുത്ത് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്ക ഇട്ടിട്ട് എന്തായാലും 10 മിനിറ്റായി. നമുക്ക് നോക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേവേണ്ട ആവശ്യമില്ല, ക്രിസ്പി ആയിരിക്കണം. ഇത് വെന്ത് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് മലക്കറി ആയാലും നമ്മൾ ആവിക്കിട്ട് ഇതുപോലെ കഴിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടത്തില്ല. ഇത് കണ്ട ഇപ്പം നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വെന്തിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് യാതൊരു മസാലയും ഇട്ടിട്ടില്ല, വെറും പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ രാത്രി കഴിക്കുന്ന ഫുഡുകളിൽ ഒരുപാട് മസാല ഇട്ട് കഴിക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി വയ്ക്കുക. നീക്കി വെച്ചിട്ട് നമുക്ക് ഈ മുട്ട മുട്ട ഇതിനകത്തിടാം. അതിൽ ചെറുതായിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം, കട്ടിയാവാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇളക്കി മിക്സ് ചെയ്യുക മൊത്തമായിട്ട്. എന്തായാലും മുട്ടയിട്ട വെണ്ടയ്ക്കാത്തോരൻ റെഡി. ഇനി ഇത് അധികം ഡ്രൈ ആക്കാതെ നമുക്ക് കഴിക്കാൻ നോക്കാം. ചപ്പാത്തിയും വെണ്ടയ്ക്ക കറിയും റെഡി. വെണ്ടയ്ക്ക കറി ഉണ്ടല്ലോ, ഇത്രയും വെണ്ടയ്ക്ക കറി ഉണ്ട്. ഞാൻ കൂടുതൽ കഴിക്കുന്ന വെണ്ടയ്ക്ക കറിയാണ്. കാരണം
ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിഷ്. ഇത് വെറും സെക്കൻഡ് ഡിഷ് മാത്രമാണ്. പിന്നെ അല്പം നാരങ്ങയും. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് എടുത്തോട്ട് വായിലിട്ടയാൾ വായിൽ അലിഞ്ഞു പോകുന്നു. നിങ്ങളെന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ സ്വന്തക്കാർക്കും എല്ലാം അയച്ചു കൊടുത്ത് ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാൻ പറയണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.